അൻവർ കഴിഞ്ഞ 9 വർഷമായിട്ട് അവിടെ ജനപ്രതിനിധിയായിട്ട് നിലമ്പൂരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ അൻവർ ഏറ്റവും അവസാനം ഫേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UDF-മായി തെറ്റിപ്പിരിഞ്ഞ് ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ അൻവറിൻ്റെതായ ഒരു പോരാട്ട വീര്യം എന്തായാലും നിലമ്പൂരിൽ കാണേണ്ടി വരും. ഇപ്പോൾ അൻവറിന്റെ കാര്യം പറയുമ്പോൾ അഭിലാഷ് പറഞ്ഞു 15,000 വോട്ട്, അതിനപ്പുറം ഒരു പക്ഷെ പിടിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. 2014 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് PV അൻവർ മത്സരിച്ചിട്ടുണ്ട്. അന്ന് BJPക്ക് താഴെ 37,000-ഓളം വോട്ട് പിടിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു PV അൻവർ. ഓർക്കണം, 2014 അൻവർ ചിത്രത്തിലേ ഇല്ല, അൻവർ ഒന്നുമില്ല. അതിന് മുൻപ് ഏറനാട് മത്സരിച്ചിട്ടുണ്ട് സ്വതന്ത്ര സ്ഥാനം. എന്ന് മാത്രമല്ല സത്യൻ മൊകേരിയും അതുപോലെ തന്നെ MI ഷാനവാസും ഇഞ്ചോടിഞ്ച് 20,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം MI ഷാനവാസ് മത്സരിച്ച് ജയിച്ചു. വെറും 2,000 വോട്ടിന്റെ ഡിഫറൻസ് മാത്രമാണ് ഈ ഇലക്ഷനിൽ. അതെ, ഇവര് തമ്മിൽ. അപ്പോ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ 6,800 വോട്ട് ഒന്നുമല്ലാതിരുന്ന PV അൻവർ അവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ പരാജയപ്പെട്ട ഒരു നേതാവാണ്, രാഷ്ട്രീയമില്ലാതെ പരാജയപ്പെട്ട, തന്ത്രമില്ലാതെ പരാജയപ്പെട്ട നേതാവാണ് PV അൻവർ എന്ന് പറയുമ്പോഴും കഴിഞ്ഞ 9 വർഷമായി ആ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ബന്ധം, സ്വാധീനം വിവിധ മതവിഭാഗങ്ങളും ഒക്കെ ആയിട്ടും അൻവറിനുണ്ട്. ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുണ്ട്, മലയോര ജനത പ്രശ്നം ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ 2014 6,800 വോട്ട് സ്വന്തം നിലയ്ക്ക് പിടിച്ച PV അൻവർ ഇവിടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം. അതിൽ തന്നെ ഇപ്പം ഒരു സർക്കാർ വിരുദ്ധ, പിണറായി വിജയൻ വിരുദ്ധ അങ്ങനെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അൻവർ അത്തരം രാഷ്ട്രീയം ഉയർത്തി മുന്നോട്ട് വന്നു. അപ്പോൾ അൻവർ പിടിക്കുന്ന വോട്ട് ആർക്ക് നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ ആർക്കാണ് അത് നഷ്ടമുണ്ടാക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അവിടെ വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി. അതിലൊരു സംശയം, അതിപ്പോൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ അത് അൻവർ എത്ര പിടിക്കും എന്ന് മാത്രമല്ല, അതിൽ പലതായിട്ട് പോകും. SDPIക്ക് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ലഭിക്കും, BJPക്ക് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ജയിക്കും. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ നിർത്തിക്കൊണ്ടാണ് BJP ഇത്തവണ മത്സരിക്കുന്നത്. എന്നൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കയ്യിലേക്കും കുറച്ച് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാറും. ഇതിങ്ങനെ 4 വർഷത്തേക്കായിട്ട് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാറുമ്പോൾ LDFനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചോളം അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റായി മാറില്ലേ? അല്ല, ഈ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ പല വഴിക്കായിട്ട് ചിന്നിച്ചിതറി പോകാനുള്ള സാധ്യത നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതലാണ്. അതിൽ ഇപ്പൊ മാർഷൽ പറഞ്ഞ പോലെ വലിയൊരു മേജർ ചങ്ക് പോകുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ UDFിലേക്കായിരിക്കും. അതിനുശേഷം കുറച്ച് BJPയിലേക്ക് പോകും. BJPയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ അൻവർ പിടിക്കും. പക്ഷെ അൻവർ പിടിക്കുന്ന വോട്ട് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മാത്രമായിരിക്കില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാധീനം അനുസരിച്ച് ഇടതുപക്ഷം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടുകളും കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട്, അങ്ങനെയൊക്കെ വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഭരണവിരുദ്ധ വോട്ട് BJP പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ PV അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അങ്ങനെ കുറച്ച് BJPയിലേക്കും പോകും. അതിലുപരി ഭരണവിരുദ്ധ വികാര വോട്ടുകൾക്കുപരി നിലമ്പൂരിൽ സംഭവിക്കുന്നത് സാമുദായികമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്.